തണുപ്പും പച്ചപ്പും മലനിരകളും നിറഞ്ഞ കൊടൈക്കനാൽ ഒരു കാലത്ത് സ്വപ്നഭൂമിയായിരുന്നു. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഈ ഹിൽ സ്റ്റേഷൻ പളനിയുടെ മടിത്തട്ടിൽ ശാന്തമായി നിലകൊണ്ടു. എന്നാൽ ആ മനോഹരമായ കാഴ്ചകൾക്ക് പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തിൻ്റെ കറുത്ത പാടുകൾ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. യൂണിലിവർ എന്ന കമ്പനി അവിടെ വരുത്തിവെച്ച മെർക്കുറി മലിനീകരണം. ലാഭം മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ കൊടൈക്കനാലിൻ്റെ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും വിഷമയമാക്കുകയും അവിടുത്തെ മനുഷ്യരുടെ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്തതിൻ്റെ കഥയാണിത്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1983 അമേരിക്കൻ കമ്പനിയായ ചെസ്ബ്രോ പോൺസ് തങ്ങളുടെ പഴയ തെർമോമീറ്റർ ഫാക്ടറി ന്യൂയോർക്കിലെ വാട്ടർ ടൗണിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പറിച്ചു നട്ടു. ലാഭം വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കം. ഇന്ത്യയുടെ നിയമങ്ങളെയും പരിസ്ഥിതി മാനദണ്ഡങ്ങളെയും അവർക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടലും ഇതിന് പിന്നിലുണ്ടായിരുന്നിരിക്കാം. 1987 യൂണിലിവർ ചെസ്ബ്രോ പോൺസിനെ ഏറ്റെടുത്തപ്പോൾ ഈ തെർമോമീറ്റർ ഫാക്ടറിയും അവരുടെ നിയന്ത്രണത്തിലായി. പിന്നീട് പോൺസ് ഇന്ത്യ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡുമായി, അതായത് ഇന്നത്തെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡുമായി ലയിച്ചതോടെ ഫാക്ടറിയുടെ ഉടമസ്ഥാവകാശം HUL മാറി. ഈ ഫാക്ടറി ലോകത്തിലെ ഏറ്റവും വലിയ തെർമോമീറ്റർ നിർമ്മാതാക്കളിൽ ഒന്നായി വളർന്നു. അമേരിക്കയിൽ നിന്ന് മെർക്കുറി ഇറക്കുമതി ചെയ്യുകയും ഇവിടെ നിർമ്മിച്ച തെർമോമീറ്ററുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റി അയക്കുകയും ചെയ്തു. പ്രതിമാസം 1.5 ലക്ഷത്തോളം തെർമോമീറ്ററുകളാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇത്ര വലിയ തോതിലുള്ള ഉൽപ്പാദനത്തിൻ്റെ ഭീകരമായ മറുവശം വിഷമയമായ മെർക്കുറി മാലിന്യത്തിൻ്റെ പെരുപ്പമായിരുന്നു. 18 വർഷത്തോളം യാതൊരു തടസ്സവും കൂടാതെ ഫാക്ടറി പ്രവർത്തിച്ചു. ഈ കാലയളവിൽ അത്രയും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ മെർക്കുറി മാലിന്യങ്ങൾ അശാസ്ത്രീയമായി പുറന്തള്ളി. ഫാക്ടറി വളപ്പിലും സമീപത്തുള്ള മരച്ചീനി തോട്ടങ്ങളിലും സ്കൂളിന് സമീപമുള്ള ആക്രിക്കടയിലും പമ്പ ഷോളാർ വനത്തിന്റെ ഉള്ളിലും വരെ മെർക്കുറി കലർന്ന മാലിന്യങ്ങൾ നിക്ഷേപിച്ചു. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളിയ മെർക്കുറിയുടെ അളവ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി. TNPCB, തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റ് അധികാരികളും ഈ ഗുരുതരമായ പാരിസ്ഥിതിക കുറ്റകൃത്യത്തോട് കണ്ണടച്ചു. എന്നാൽ സത്യം എന്നേക്കുമായി ഒളിപ്പിച്ചു വെക്കാൻ യൂണിലിവറിന് കഴിഞ്ഞില്ല. 2001 മാർച്ചിൽ ആണ് അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസും തദ്ദേശവാസികളും ചില പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ആക്രിക്കടയുടെ സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ടൺ കണക്കിന് മെർക്കുറി കലർന്ന ഗ്ലാസ് മാലിന്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. പൊട്ടിയ ചാക്കുകളിൽ നിന്ന് വിഷം ഒലിച്ചിറങ്ങി മണ്ണിലേക്ക് ഒഴുകുന്ന കാഴ്ച വളരെ ഭയാനകമായിരുന്നു. ഈ ഒരു കണ്ടെത്തൽ കൊടൈക്കനാലിന്റെ ഉറക്കം തന്നെ കെടുത്തി. പ്രതിഷേധങ്ങൾ അണപൊട്ടി. 400-ലധികം തദ്ദേശവാസികളും ഗ്രീൻ പീസ് പ്രവർത്തകരും ചേർന്ന് ഫാക്ടറി ഗേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഈ സംഭവം യൂണിലിവറിന്റെ കള്ളക്കളികളും മറച്ചുവെച്ച സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നു. ജനരോഷം തടയാനാവാതെ 2001 മാർച്ചിൽ ഫാക്ടറി അടച്ചുപൂട്ടാൻ യൂണിലിവർ നിർബന്ധിതരായി. തുടർന്ന് TNPCB ഫാക്ടറിയുടെ ഓപ്പറേഷണൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കുകയും ചെയ്തു. ഫാക്ടറി അടച്ചുപൂട്ടിയെങ്കിലും യൂണിലിവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. മെർക്കുറി മാലിന്യങ്ങൾ അശാസ്ത്രീയമായി പുറന്തള്ളിയെന്ന് തുടക്കത്തിൽ സമ്മതിച്ചെങ്കിലും പിന്നീട് കമ്പനി മലക്കം മറിഞ്ഞു. ഫാക്ടറിക്ക് പിന്നിലുള്ള സ്ഥലത്ത് മെർക്കുറി കലർന്ന ഗ്ലാസ് മാലിന്യം തങ്ങൾ വലിച്ചെറിഞ്ഞിട്ടില്ലെന്ന് അവർ വാദിച്ചു. തങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് 5.3 മെട്രിക് ടൺ മെർക്കുറി അവശിഷ്ടങ്ങളുള്ള ഗ്ലാസ് സ്ക്രാപ്പ് 3 കിലോമീറ്റർ അകലെയുള്ള ഒരു ആക്രി വ്യാപാരിക്ക് വിൽക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു അവരുടെ റെസ്പോൺസ്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ ജീവനക്കാരുടെ ആരോഗ്യത്തിനോ പരിസ്ഥിതിക്കോ യാതൊരു ദോഷവും വരുത്തിയിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ യൂണിലിവർ ചില പഠനങ്ങളും സ്വന്തമായി നടത്തിച്ചു. കൺസൾട്ടൻസി സ്ഥാപനമായ URS ഡെയിംസ് ആൻഡ് മൂർ നടത്തിയ പഠനത്തെ ഉദ്ധരിച്ച് കൊടൈക്കനാൽ തടാകത്തിൽ മെർക്കുറി മലിനീകരണമില്ലെന്നും തൊഴിലാളികളുടെ ആരോഗ്യത്തെ ഇത് ബാധിച്ചിട്ടില്ലെന്നും ഫാക്ടറി പരിസരത്തിന് ചുറ്റുമുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമേ മലിനീകരണം ഉള്ളൂവെന്നും അവർ അവകാശപ്പെട്ടു. എന്നാൽ ഇതൊരു കോർപ്പറേറ്റ് തട്ടിപ്പായിരുന്നു. സത്യം മറച്ചുവെക്കാനുള്ള കുതന്ത്രപരമായ നീക്കം. യൂണിലിവർ എത്ര തന്നെ നിഷേധിക്കാൻ ശ്രമിച്ചാലും കൊടൈക്കനാലിന്റെ മണ്ണ്, ജലം, വായു എന്നിവയെ മെർക്കുറി എങ്ങനെ വിഷമയമാക്കി എന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നു. 2016 ഇന്ത്യൻ സർക്കാരിന്റെ ആറ്റോമിക് എനർജി വിഭാഗം നടത്തിയ പഠനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കൊടൈക്കനാലിലെ മെർക്കുറി അളവ് US എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി USEPA നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെക്കാൾ 11 മടങ്ങ് കൂടുതലാണെന്നും കനേഡിയൻ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കാൾ 20 മടങ്ങ് കൂടുതലാണെന്നും ഈ പഠനം തെളിയിച്ചു. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളിയ മെർക്കുറി മണ്ണിൽ ലയിക്കുകയും പിന്നീട് പമ്പ ഷോളാർ വനത്തിലേക്കും അവിടെ നിന്ന് അരുവികളിലേക്കും തടാകങ്ങളിലേക്കും ഒഴുകിയെത്തുകയും ചെയ്തു. ഇത് ജല ആവാസ വ്യവസ്ഥയെ പാടെ നശിപ്പിച്ചു. മത്സ്യങ്ങളിലും മറ്റ് ജലജീവികളിലും മെർക്കുറി അടിഞ്ഞുകൂടി. കൊടൈ തടാകത്തിലെ മത്സ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. ജലജീവികൾക്ക്
ജീവികൾക്ക് ദോഷകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ വിഷം ഭക്ഷ്യശൃംഖലയിലേക്ക് കടന്നു കയറുകയും പക്ഷികളെയും മൃഗങ്ങളെയും ബാധിക്കുകയും ചെയ്തു. മണ്ണിന്റെയും ജലത്തിന്റെയും സ്വാഭാവികമായ സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർന്നു. പ്രകൃതി അതിന്റെ ദുരിതം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പരിസ്ഥിതിക്ക് മാത്രമല്ല, കൊടൈക്കനാലിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ മെർക്കുറി ദുരന്തം മായാത്ത മുറിവുകളാണ് സമ്മാനിച്ചത്. മെർക്കുറി വിഷബാധയുടെ ഭീകരമായ ഫലങ്ങൾ അവരുടെ ജീവിതം തകർത്തു. വൃക്കരോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ചർമ്മരോഗങ്ങൾ, നാഡീവ്യൂഹ സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചയിലും കേൾവിയിലും സംസാരത്തിലുമുള്ള പ്രശ്നങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങളുടെ ഏകോപനമില്ലായ്മ എന്നിവയെല്ലാം അവരെ വേട്ടയാടി. പലർക്കും ഇത് മാരകമായി തീർന്നു. പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ഈ ദുരന്തം കാരണം കുറഞ്ഞത് 40 ഫാക്ടറി തൊഴിലാളികളെങ്കിലും മരിച്ചു. കൂടാതെ 12 കുട്ടികളും മരിച്ചുവെന്ന് ആരോപണമുണ്ട്. ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് മെർക്കുറിയുടെ അപകടങ്ങളെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല. അവർക്ക് വേണ്ടത്ര സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയില്ല. 2011 ഇന്ത്യൻ സർക്കാർ നടത്തിയ ഒരു പഠനത്തിൽ പല തൊഴിലാളികൾക്കും ജോലിസ്ഥലത്തെ മെർക്കുറി സാന്നിധ്യം കാരണം അസുഖങ്ങൾ വന്നതായി സ്ഥിരീകരിച്ചു. തൊഴിലാളികളുടെ ജീവനെ പുല്ലുപോലെ കണ്ട ഈ കോർപ്പറേറ്റ് മനോഭാവം ക്രൂരമാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി പുറത്തു വന്നിട്ടും യൂണിലിവർ തങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിച്ചു. നഷ്ടപരിഹാരം നൽകാനോ മലിനീകരണം പൂർണ്ണമായി ഇല്ലാതാക്കാനോ അവർ തയ്യാറായില്ല. ഇത് നീതിക്കായുള്ള ഒരു നീണ്ട പോരാട്ടത്തിന് വഴിയൊരുക്കി. 15 വർഷത്തോളം ഫാക്ടറിയിലെ മുൻ തൊഴിലാളികളും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് യൂണിലിവറിനെതിരെ പോരാടി. നിയമപരമായും അല്ലാതെയുമുള്ള ഈ പോരാട്ടങ്ങൾ ലോകശ്രദ്ധ ആകർഷിച്ചു. പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ 2003 ഏകദേശം 300 ടൺ മെർക്കുറി കലർന്ന മാലിന്യം കൊടൈക്കനാലിൽ നിന്ന് അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചയക്കാൻ യൂണിലിവർ നിർബന്ധിതരായി. റിവേഴ്സ് ഡംപിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ നടപടി ഒരു ചെറിയ വിജയമായി ആഘോഷിക്കപ്പെട്ടു. എന്നാൽ ഇത് പൂർണ്ണമായ പരിഹാരമായിരുന്നില്ല. മണ്ണിൽ അടിയുറച്ച മെർക്കുറിയെ നീക്കം ചെയ്യുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായി അവശേഷിച്ചു. മലിനീകരണം നീക്കം ചെയ്യാനുള്ള മാനദണ്ഡങ്ങളെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടന്നു. കമ്പനി റെമഡിയേഷൻ പ്രോസസ്സിൽ സ്വാഭാവികമായി മണ്ണിൽ കാണുന്ന മെർക്കുറി നിലയേക്കാൾ 250 മടങ്ങ് കൂടുതലായ കിലോഗ്രാമിന് 25 മില്ലിഗ്രാം മെർക്കുറി മണ്ണിൽ നിലനിർത്താൻ യൂണിലിവർ ശ്രമിച്ചു. ഇത് ഡച്ച് സ്റ്റാൻഡേർഡ് പോലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കിലോഗ്രാമിന് 10 മില്ലിഗ്രാം എന്ന കണക്കിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകർ ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ഈ നിലവാരം കൊടൈക്കനാലിന്റെ പരിസ്ഥിതിക്കും വന്യജീവി സങ്കേതത്തിനും ദോഷകരമാകുമെന്ന് അവർ വാദിച്ചു. നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം 2019 സുപ്രീം കോടതി കിലോഗ്രാമിന് 20 മില്ലിഗ്രാം എന്ന മാനദണ്ഡത്തിൽ പരിഹാര പ്രക്രിയ തുടരാൻ അനുവദിച്ചു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പായിരുന്നു, അല്ലാതെ പൂർണ്ണമായ നീതിയല്ല. തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള കാര്യത്തിലും യൂണിലിവർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. വർഷങ്ങളുടെ നിയമ പോരാട്ടങ്ങൾക്കും പൊതുജന സമ്മർദ്ദങ്ങൾക്കും ശേഷം 2016 മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം 591 മുൻ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ യൂണിലിവർ സമ്മതിച്ചു. മാനുഷിക പരിഗണന കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും മെർക്കുറി വിഷബാധയുമായി അവർക്ക് നേരിട്ട് ബന്ധമില്ലെന്നും യൂണിലിവർ വീണ്ടും വാദിച്ചു. നൽകിയ തുക എത്രയാണെന്ന് കമ്പനി വെളിപ്പെടുത്തിയില്ല. ഭോപ്പാൽ വാതക ദുരന്തത്തിന് ശേഷം ഒരു കോർപ്പറേഷൻ നൽകുന്ന രണ്ടാമത്തെ വലിയ നഷ്ടപരിഹാരമായി ഈ നഷ്ടപരിഹാരം കണക്കാക്കപ്പെടുന്നു. എന്നിട്ടും പലരുടെയും ജീവിതം തിരികെ ലഭിക്കാത്തത്രയും ദുരിതത്തിലായിരുന്നു. അസുഖങ്ങൾ മൂലം ജോലി ചെയ്യാൻ കഴിയാത്തവർക്കും ചികിത്സാ ചെലവുകൾ വഹിക്കാൻ പാടുപെടുന്നവർക്കും ഈ നഷ്ടപരിഹാരം ഒരു താങ്ങായിരുന്നിരിക്കാം. പക്ഷേ അത് അവരുടെ നഷ്ടപ്പെട്ട ആരോഗ്യത്തിനും ജീവിതത്തിനും പകരമായിരുന്നില്ല. കൊടൈക്കനാലിലെ മെർക്കുറി ദുരന്തം ഒരു വലിയ പാഠമാണ്. കോർപ്പറേറ്റ് അത്യാഗ്രഹവും ലാഭക്കൊതിയും ഒരു പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും എങ്ങനെ നശിപ്പിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണം. ഗ്രീൻ പീസ്, തമിഴ്നാടു അലയൻസ് എഗെയിൻസ്റ്റ് മെർക്കുറി, TNAAC, പളനി ഹിൽസ് കൺസർവേഷൻ കൗൺസിൽ PHCC, മലയാളിയായ മുൻ പത്രപ്രവർത്തകനും ഗ്രീൻ പീസ് പ്രചാരകനും ഹെവി മെറ്റൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ അമീർ ഷാഹുൽ, നവറോസ് മോഡി, കൊടൈക്കനാൽ വോണ്ട് എന്ന റാപ്പ് ഗാനം പുറത്തിറക്കിയ സോഫിയ അഷ്റഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഈ വിഷയത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ റാപ്പ് ഗാനം യൂണിലിവറിന്റെ ഉത്തരവാദിത്തമില്ലായ്മയെ തുറന്നു കാട്ടി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൊടൈക്കനാലിന്റെ മണ്ണിൽ മെർക്കുറിയുടെ അംശം അവശേഷിക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് പര്യാപ്തമല്ലെന്ന് പലരും വിമർശിക്കുന്നു. 2021 പോലും യൂണിലിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിയമങ്ങൾ ലംഘിക്കുകയും മലിനമായ മണ്ണ് തുറസായ സ്ഥലത്ത് തള്ളുകയും ചെയ്തതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് മെർക്കുറി കലർന്ന മണ്ണ് വീണ്ടും വനത്തിലേക്ക് ഒഴുകാൻ ഇടയാക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. കൊടൈക്കനാൽ മെർക്കുറി ദുരന്തം, കോർപ്പറേറ്റ് ഉത്തരവാദിത്തം, പരിസ്ഥിതി നീതി, ആഗോള വിതരണ ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. വികസ്വര രാജ്യങ്ങളിലെ ദുർബലമായ നിയമവ്യവസ്ഥകളെയും പരിസ്ഥിതി നിയമങ്ങളിലെ പഴുതുകളെയും വൻകിട കോർപ്പറേറ്റുകൾ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണിത്.
കൊടൈക്കനാലിന്റെ പ്രകൃതി ഭംഗിയിൽ യൂണിലിവർ സൃഷ്ടിച്ച കറുത്ത പാടുകൾ മാഞ്ഞു പോകാൻ വർഷങ്ങളെടുക്കും. ഒരു പക്ഷേ അത് ഒരിക്കലും പൂർണ്ണമായും അപ്രത്യക്ഷമാകില്ല. ആ ദുരന്തം അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലും ശരീരത്തിലും മായാത്ത മുറിവുകളായി എന്നെന്നും നിലനിൽക്കും. ഇത്തരം പാരിസ്ഥിതിക കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ കർശനമായ നിയമങ്ങളും ശിക്ഷകളും ആവശ്യമാണ്. കൊടൈക്കനാലിലെ ദുരന്തം ലാഭത്തിന് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത കോർപ്പറേറ്റുകളെ കുറിച്ചുള്ള ഒരു കറുത്ത ഓർമ്മപ്പെടുത്തലാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.